എല്ലാവർക്കും വണക്കം. അപ്പോ ആ നായക നടന്റെ അവസാനത്തെ സിനിമ, എൻ്റെ ജീവിതത്തിൽ വിജയ് എന്ന് പറയുന്ന ആ നടന്റെ അവസാനത്തെ സിനിമ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് വരികയാണ്. ജനനായകൻ. ജനുവരിയിൽ വരുമെന്ന് പറഞ്ഞ സിനിമ വരുമോ വരില്ലയോ എന്നുള്ള പ്രശ്നങ്ങൾക്കൊടുവിൽ ഇന്ന് റിലീസായിരിക്കുകയാണ്. എങ്ങനെയോ ആയിക്കോട്ടെ സിനിമ, പക്ഷേ കണ്ടിരിക്കും ഞാൻ. അങ്ങനെയാണ് ഈ നടനുമായുള്ള എൻ്റെ ആത്മബന്ധം. 1994 എൻ്റെ 4ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു വിജയുടെ ആദ്യത്തെ ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നത്. അത് രസികനാണോ ദേവയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷേ അതിലേതോ ഒരു സിനിമയാണ് 94 തിയേറ്ററിൽ നിന്നും ഞാൻ ആദ്യമായി കാണുന്ന വിജയ് സിനിമ. ആ ഒരു കാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഏതാണ്ടൊരു 90% സിനിമകളും ഞാൻ തിയേറ്ററിൽ നിന്ന് തന്നെയാണ് കണ്ടത്. കാണാനുള്ള ഭാഗ്യം കിട്ടി എന്ന് തന്നെ പറയാം. കുട്ടിക്കാലത്ത് അച്ഛനാണ് സിനിമ കാണാൻ കൊണ്ടുപോയിരുന്നത്. അങ്ങനെയും പിന്നെ സ്വന്തമായി കണ്ടു തുടങ്ങിയപ്പോഴും ഇദ്ദേഹത്തിന്റെ സിനിമകൾ കുറച്ചെങ്കിലും നല്ലത് എന്ന് ഞാൻ അറിഞ്ഞാൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുമായിരുന്നു. അങ്ങനെ ആ നടന്റെ അവസാനത്തെ സിനിമയും കണ്ടിട്ട് ഞാനിന്ന് വരികയാണ്. ഇനി ഒരു റിലീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും സിനിമകൾ കാണുമായിരിക്കും തിയേറ്ററിൽ. പക്ഷേ ഒരു റിലീസ് ഉണ്ടാകുമോ എന്ന് ഏതാണ്ട് ഉണ്ടാകില്ല എന്ന് ഒരു 95% ഉറപ്പാണ്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെയാണ്. അത് അദ്ദേഹത്തിന്റെ ഉണ്ട്. അങ്ങനെ ഒരു നായകന്റെ യുഗം, അവിടെ ഒരു സിനിമാ നായകന്റെ യുഗം അവസാനിച്ചെങ്കിൽ അദ്ദേഹം ഇപ്പോൾ മറ്റൊരു രീതിയിൽ നായകൻ തന്നെയാണ് തമിഴ് ജനതകൾക്ക്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് വിജയ്ക്ക് കൊടുക്കേണ്ട കോൺട്രിബ്യൂഷൻ അവസാനം ഇന്നാണ്. അദ്ദേഹത്തിന് വേണ്ടി എടുത്ത ഒരു ടിക്കറ്റ്, ആ ടിക്കറ്റ് തന്നെയാണ് വിജയ് എന്ന് പറയുന്ന നടന് നമുക്ക് മലയാളികൾക്ക് കൊടുക്കാൻ പറ്റിയ അവസാനത്തെ ആദരവ് എന്ന് പറയാം. ഒരു വോട്ട് പോലും വിജയ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ കഴിയില്ല, കാരണം നമ്മൾ മലയാളികളാണ്. അപ്പോൾ ഈ നടൻ ഏതാണ്ട് 40 വർഷത്തോളം തമിഴ് സിനിമയിൽ മുൻനിര നായകനായിട്ട് ഏതാണ്ട് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മാത്രം സമ്മാനിച്ച ഒരു നായക നടൻ. ഇദ്ദേഹത്തിനെ സ്നേഹിച്ചു പോകും. 90s കിഡ്സിന്റെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് ഈ നായകൻ. അത് ആ മുഖം അങ്ങനെയാണ്. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു മുഖവും ക്യൂട്ടായിട്ടുള്ള ഒരു ചിരിയും നിഷ്കളങ്കത നിറഞ്ഞ ഒരു മുഖവുമാണ്. അപ്പോൾ ഈ മുഖത്തോടുള്ള നമ്മുടെ ഒരു അടുപ്പമാണ്. അല്ലാതെ അദ്ദേഹം ഒരു മഹാനടനായതുകൊണ്ടോ ഒരു ഒരു ആരെയും തോൽപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയ പാഠമുള്ള ഒരു നടനായതുകൊണ്ടോ അല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ ഉൾപ്പെടുന്ന മലയാള സിനിമ മാത്രം കാണുന്ന മഹാന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. എല്ലാവരെയും, തമിഴ് സിനിമയോട് അടുപ്പമുള്ള എല്ലാവർക്കും അറിയായിരിക്കും. 90-ലെ ജനിച്ച ആളുകൾക്കൊക്കെ അതിനെപ്പറ്റി, മില്ലനിയൽസിനൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ ഈ വ്യക്തി ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അപ്പോൾ 40 വർഷം ഒരു സിനിമയിൽ മുൻനിര, ടോപ്പ് എന്ന് തന്നെ പറയാം, രജനികാന്ത് കഴിഞ്ഞു ടോപ്പ് എന്ന് തന്നെ പറയാം. അങ്ങനെ നിന്ന ഒരു നായകൻ ഏതാണ്ട് എല്ലാ തരം ഇമോഷൻസും സിനിമയിൽ ഹാൻഡിൽ ചെയ്ത ഒരു നായകനാണ്. അത് നിങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഈ എല്ലാ തരം ഇമോഷൻസും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഓരോ സിനിമയിൽ അത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഏത് രീതിയിലുള്ള ഇമോഷൻസും നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുള്ള മൊമെന്റ്സ് ഇദ്ദേഹത്തിന്റെ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കാണാതെ അവസാനത്തെ 2-3 സിനിമകൾ മാത്രം കണ്ട് വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അപ്പോൾ 40 വർഷത്തെ പ്രമുഖനായ ഒരു നായക നടനെ പറ്റിയാണ് ഈ പറയുന്നത് എന്ന് പറയുന്നവർക്ക് ഒരു സാമാന്യ ബോധം ഉണ്ടാകണം. ശരി, അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. ജനനായകൻ സിനിമയെ പറ്റി എനിക്ക് പൊതുവെ വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. എങ്ങനെ ഇരുന്നാലും ഈ സിനിമ ഞാൻ കാണാൻ പോകും. ഇതിന്റെ വ്യാജ പതിപ്പുകൾ പലയിടത്തും പ്രചരിച്ചു, എൻ്റെ കയ്യിലും കിട്ടിയതാണ്. പക്ഷെ ഞാൻ കാണില്ല എന്ന് വാശി പിടിച്ച് തന്നെ ഉറപ്പായിട്ട് ഞാൻ അതിൽ ഒന്നുപോലും ഒരു കാര്യവും കണ്ടിട്ടില്ല. ഇതിന്റെ ട്രെയിലർ ഒന്നും അത്ര കൺവിൻസിംഗ് ഒന്നും അല്ലായിരുന്നു. എങ്കിലും ഞാൻ സിനിമ കണ്ടു. പക്ഷേ ട്രെയിലർ പോലെയല്ല. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത വേറൊന്നുമല്ല, ടിപ്പിക്കൽ വിജയ് സിനിമ എന്നുള്ള രീതിയിൽ ഒരു നിമിഷം പോലും ഇത് ബോറടിക്കുന്ന ഒരു സിനിമയല്ല. ഏതാണ്ട് 3 മണിക്കൂർ റണ്ണിങ് ടൈം ഉണ്ട്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ഇത്രയും ലെങ്തിൽ ഈ സിനിമ കാണണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ബോറായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ സത്യം പറയട്ടല്ലേ, സിനിമ ഒട്ടും ബോറല്ല. ഒരു തരത്തിലും ബോറടിക്കാത്ത രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ടിപ്പിക്കൽ വിജയുടെ കാര്യങ്ങൾ തന്നെ, കൂടുതൽ അളക്കാനും കുറിക്കാനൊന്നുമില്ല. വിജയ്, പിന്നെ നമ്മുടെ മലയാളത്തിലെ മമിത ബൈജുവിന് ഈ സിനിമ റിലീസായില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെ വരുമായിരുന്നു. കാരണം അവർ ഈ സിനിമയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ആക്ഷൻ സീൻസിൽ.
അപ്പോൾ ഇത് ഇറങ്ങിയില്ലെങ്കിൽ അവർക്ക് തന്നെ വലിയൊരു നഷ്ടമായിരുന്നേനെ. അതും നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോള് തന്നെയാണ്. പിന്നെ വിജയ് നമ്മൾ ആഗ്രഹിക്കുന്ന വിജയ് തന്നെ അതിലുണ്ട്. സിനിമ തുടങ്ങിയ ആദ്യത്തെ ഒരു 5-10 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പോക്കായിരുന്നു സിനിമ. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നു. പക്ഷെ ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ രോമാഞ്ചം തരാൻ പറ്റുന്ന സീൻസ് ഒക്കെ ഉണ്ട്. ശരിക്കും ഈ സിനിമ ആഘോഷിക്കാൻ പറ്റിയത് മലയാളികൾക്കല്ല, തമിഴ്നാട്ടുകാർക്കാണ്. ഇന്നത്തെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു സിനിമയിലെ ഓരോ ഡയലോഗ്സും സിറ്റുവേഷൻസും കയ്യടി നേടുന്നത് തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോ മലയാളികൾക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാവണമെന്നോ അറിയണമെന്നോ ഇല്ല. ഈവൻ MGRന്റെയും ഒക്കെ ഫാൻസ് ആയിട്ടുള്ള ആളുകൾ തമിഴ്നാട്ടിൽ നിറയെ ഉണ്ട്. അവർക്കും വിജയ്ക്കും ഒക്കെ കൊടുക്കാൻ വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ് ഈ സിനിമ. ശരിക്കും തമിഴ്നാട്ടിൽ വലിയൊരു ഫെസ്റ്റിവൽ തന്നെയായിരിക്കും സിനിമ. അത് എനിക്ക് അതിലെ ഓരോ ചില ഹിഡൻ ആയിട്ടുള്ള ചില ഡയലോഗ്സ് പോലും എനിക്കത് മനസ്സിലായി. അതിലെ കൊച്ചു കാര്യങ്ങൾ പോലും അതുണ്ട്. പക്ഷേ ഇത് വിജയ് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ എടുത്തൊരു സിനിമയാണെങ്കിൽ പോലും ഈ സിനിമയിൽ ആ രീതിയിലല്ല സിനിമ പോകുന്നത്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ മറ്റേ ടോട്ടൽ ഗുണ്ടായിസം, പിന്നെ ഈ സൈഫൈ എലമെന്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ് ക്ലൈമാക്സ് ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ഒരു രാഷ്ട്രീയ ചിത്രം എടുത്ത് അദ്ദേഹത്തിന് ഇതങ്ങ് അവസാനിപ്പിക്കായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു സോഷ്യൽ മൂവി എടുത്ത് ഇതങ്ങ് അവസാനിപ്പിക്കാമായിരുന്നു. ഇത് അതിനെ പറ്റിയ ഒരു കഥയായിട്ട് തോന്നിയില്ല. അതിൽ ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിക്കയറ്റിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും ഇപ്പോ സർക്കാർ പോലെയോ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ എടുത്ത് വിട്ടാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അതിൽ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ, ഡയലോഗ്സും സിറ്റുവേഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ചേർത്തു. മറ്റേ കൊച്ചുകുട്ടികളെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിക്കുന്ന ചില സീൻസ്, അതൊക്കെ സിനിമയ്ക്കകത്ത് കുത്തിക്കയറ്റിയതായിട്ട് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ആ സീൻ കൊള്ളാമായിരുന്നു. അതുപോലെ ലാസ്റ്റ് സൈഫൈ എലമെന്റ്സ് ഭയങ്കര കൂടുതലാണ്. ഒരു ഹൈടെക് ഇംഗ്ലീഷ് സിനിമ കാണുന്ന, ഒരു ഹോളിവുഡ് ഫിലിം കാണുന്ന ഒരു പ്രതീതി ഇതിന്റെ ക്ലൈമാക്സ് സീൻസ് തന്നു. സത്യം പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെ എടുത്ത് കുളമാക്കിയിട്ടൊന്നുമില്ല. ചെയ്തിരിക്കുന്നതൊക്കെ ഇത്തിരി കുറച്ച് മാന്യമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആയിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല രീതിയിൽ തന്നെയാണ് സിനിമയുടെ VFXും CGയും ഒക്കെ പോകുന്നത്. പിന്നെ അനിരുദ്ധിന്റെ BGM കൊള്ളാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ പാട്ടൊക്കെ പതിവ് പോലെ അലങ്കോലം തന്നെയാണ്, ഒന്നും പറയാനില്ല. പാട്ടൊന്നും എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഇറിറ്റേറ്റിംഗ് തന്നെയാണ്. എനിക്ക് അനിരുദ്ധിന്റെ പാട്ടുകളൊക്കെ റീസെന്റ് ആയിട്ട് വന്ന പല പാട്ടുകളും ഇറിറ്റേറ്റിംഗ് തന്നെയാണ്. ഇതിലും റഹ്മാൻ പറഞ്ഞ പോലെ അനിരുദ്ധിന് കുറച്ച് ക്ലാസിക്കൽ മ്യൂസിക് കൂടെ അറിയണമായിരുന്നു, എങ്കിലേ സംഗീതം വരത്തുള്ളൂ എന്ന് പറഞ്ഞു ഒരാൾ. അതുപോലെ പറയുകയാണ്. BGM കൊള്ളാം, BGM പതിവ് ആണ്, വെറൈറ്റി ആയിട്ടൊന്നുമില്ല. പിന്നെ ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞു. പ്രകാശ് രാജൊക്കെ ഉണ്ട്. പ്രകാശ് രാജിലൊന്നും സ്പെഷ്യൽ ആയിട്ടൊന്നും കണ്ടില്ല. പിന്നെ ക്യാമറ വർക്ക് കുഴപ്പമില്ല, നല്ലതായിരുന്നു. വിജയ്, നമ്മൾ കാണാൻ ആഗ്രഹിച്ച വിജയ്. പിന്നെ പൂജ ഹെഗ്ഡെ ഉണ്ട്. എന്തിനാണെന്ന് അറിയില്ല, ഇങ്ങനെ കൂടെ നടക്കുന്ന ഒരാൾ ഒരു പ്രത്യേക ഒരു ജോലിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതും അങ്ങ് പുള്ളിക്കാരി ചെയ്തത് കൊണ്ട് അവിടെ ഇരുന്നോളും. അങ്ങനെ അളക്കാനും കുറിക്കാനൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന, വിജയിയെ ഇഷ്ടപ്പെടുന്നവർക്ക് അവസാനം കണ്ടു തീർക്കാൻ പറ്റുന്ന സിനിമ. പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആ ഒരു വിജയുടെ ടൈറ്റിൽ വരുന്ന ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു ജോസഫ് വിജയ്, അതൊന്ന് കാണണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു. പക്ഷെ ഞാൻ പ്രതീക്ഷ അത്ര ഒരു ഇമ്പാക്ട് എനിക്കത് കിട്ടിയില്ല. അതിന് കാരണം എൻ്റെ അഭിപ്രായത്തിൽ ആ രംഗത്തെ പോലും കുറച്ചൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ശരിക്കും ഒരു നടൻ എന്നുള്ള രീതിയിൽ അത് കാണിച്ചാൽ മതിയായിരുന്നു. അതിൻ്റെ അത് കാണുമ്പോൾ മനസ്സിലാവും. അതിൽ കുറച്ച് രാഷ്ട്രീയ ചേരുവകൾ ചേർത്തുള്ള, അതിൽ വരുന്ന സാധനം രാഷ്ട്രീയത്തിന്റെ സാധനമാണ്. അത് വേണ്ടയായിരുന്നു, എനിക്ക് തോന്നി. നടനായി തന്നെ കാണിച്ചാൽ മതിയായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സിനിമ കണ്ട് ഇറങ്ങുന്ന ഒരു മൊമെന്റ് നമുക്ക് വല്ലാത്തൊരു ഫീൽ തരും. കാരണം ആ ടൈറ്റിൽസ് ലാസ്റ്റ് പോകുമ്പോൾ വിജയുടെ ഇതുവരെ കണ്ട സിനിമകളിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ചില ഷോട്ടുകൾ ഒക്കെ ചേർത്തൊരു ചെറിയൊരു മാഷപ്പ് പോലത്തെ ഒരു സംഭവം, അത് ഭയങ്കര ഒരു ഫീലാണ്. വിജയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ ഇത്രയും നാൾ കണ്ടുവന്ന ഒരു വ്യക്തിക്ക്, ആ സിനിമകളെല്ലാം കണ്ടിട്ടുള്ള വ്യക്തികൾക്ക് ആ ഒരു സംഭവം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ചെയ്ത് കുളമാക്കി വെച്ചു. അത് കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് നീറ്റായിട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഇതെല്ലാത്തിൻ്റെയും ഒരു അവസാനം, ഇതോടെ എല്ലാം തീരുകയാണ് എന്നൊരു തോന്നൽ വരും. ആ നടനെ നമ്മൾ ഒരു നിമിഷം ഒന്ന് ഓർത്തു പോകും. അപ്പോൾ ഇതാണ് ജനനായകൻ. ഈ സിനിമയ്ക്ക് ജനനായകൻ എന്നുള്ള പേര് പോലും ആപ്റ്റ് അല്ല. ജനനായകൻ എന്നുള്ള പേര് ഒരു രാഷ്ട്രീയ സോഷ്യൽ മൂവിയുടെ ഒരു കത്തി, അല്ലെങ്കിൽ ഒരു സർക്കാർ, ഒരു റേഞ്ചിൽ വരുന്ന ഒരു കഥയുമായി ബന്ധപ്പെട്ട ഒരു പേരാണ്. ഈ സിനിമ പല കാര്യങ്ങളും ഒരുമിച്ച് മിക്സ് ചെയ്ത് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഒട്ടും ബോറടിക്കില്ല, ധൈര്യമായി പോയിരുന്ന് കാണാം.
പിന്നെ സ്റ്റണ്ട് സീൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ കുറച്ച് വയലൻസ് കൂടുതലാണ്. കുഴപ്പമില്ല, സിനിമയ്ക്ക് നല്ല രീതിയിൽ പണി കൊടുത്തിട്ടുണ്ട്. സർട്ടിഫിക്കേഷൻ കൊടുത്ത് തന്നെയാണ് സിനിമ ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതും ആകാം, കുഴപ്പമില്ല. അങ്ങനെ ജനനായകൻ കണ്ടു. അങ്ങനെ ആ നടന്റെ സിനിമാ യുഗം അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ യുഗം അവസാനിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ മറ്റൊരു യുഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നല്ല ഒരു ഒന്നൊന്നര യുഗമായിട്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ പോകുന്നത്. മലയാളികൾക്ക് വിട പറയാൻ ഇതാ ജനനായകൻ തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, ബൈ.